ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ തോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ തോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി നദി കോർത്തു തന്ന ധർമ്മരത്നഹാരമേ മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റു പാടു സഹജരെ ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമാണ് ഹരിതധവള നീലിമയെ നെഞ്ചിലേറ്റി നീങ്ങിടാം ചുവടുവച്ചു ചുമലിലേറ്റി ധീരമായി ചരിച്ചിടാം നാമൊന്ന് നമ്മളൊന്ന് നമ്മളെത്ത ശത്രുക്കാർ ധർമ്മരക്തം സിരയിലോടും എത്തിൻ മക്കൾ നാം ഉണരുണരോ സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ തോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി കല്ലെറിഞ്ഞു തെറിവിളിച്ചു വഴി തിരിച്ചു എതിരിടാൻ കഴിയുകയില്ല കാരിരുമ്പിൻ കാതലുള്ള ഞങ്ങളെ ജയജയാരവം മുടക്കി ധ്വജമെടുത്തിറങ്ങിടും ധർമ്മവഴിയിൽ പൊരുതിടാൻ കർമ്മഭൂമി പണിതിടാൻ ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാൻ ഒരു കൂട്ടരെ പോർവിളി രണ്ടാം ലോക മഹായുദ്ധം 1945 കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധം വളരെ ശ്രദ്ധമായ മനസ്സിന്റെ ഉടമയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിനെ ഗൗരവമാക്കിയെടുത്തത് പരിശുദ്ധമായ ഖുർആന്റെ പാരായണം ഒന്നുകൊണ്ട് കേട്ടപ്പോഴാണ് ഉമർ ഖത്താബിന്റെ മനസ്സറിഞ്ഞത്. ഉമർ ഇബ്നു ഖത്താബിന്റെ മനസ്സറിയിപ്പിക്കാൻ പോലും ഖുർആൻ പാരായണത്തിന് നമുക്കതിന്റെ ആയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥവശങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. പത്രമാധ്യമങ്ങളെ കുറിച്ച് അറിയപ്പെടുന്ന സജീവമായ മാധ്യമമാണ് യഥാർത്ഥത്തിൽ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. കൈരളിയുടെ ഹൃദയങ്ങളെ പിടിച്ചടക്കിയ SSS ജില്ലാ സമ്മേളനത്തിന്റെ 2 വരികൾ, വിപ്ലവകാലത്തിന്റെ 2 വരികൾ ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. നാമൊന്ന് നമ്മളൊന്ന് ഒരുമിച്ച് ട്രോഫി സ്വീകരിക്കാനായി സാധനം ക്ഷണിക്കുന്നു. ട്രോഫി സമ്മാനിക്കുന്നത് SY പഞ്ചായത്ത് പ്രസിഡന്റ് അവர்களാണ്. ിടാൻ